മുനമ്പം കേസിൽ നിലപാട് മാറ്റി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു. കോടതി നടപടിയിലൂടെ പരിഹാരമുണ്ടാകുമെന്നാണ് കേന്ദ്രമന്ത്രി കൊച്ചിയിലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. പുതിയ വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾ മുനമ്പത്തുകാരെ സഹായിക്കുന്നതാണെന്നാണ് ബിജെപിയുടെ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട്. Share your difficulties and pains, but also to look forward to settle, to help you, and also to ensure that you do not face such problems in future again. ഈ മുനമ്പത്തെ ജനങ്ങൾ സാധാരണ മനുഷ്യരാണ്, മത്സ്യത്തൊഴിലാളികളാണ്, കഠിനാധ്വാനികളാണ്, ഗ്രാമീണരാണ്. എനിക്കറിയാം നിങ്ങൾ ഇവിടെ അനുഭവിച്ചു വരുന്ന കുഴപ്പങ്ങളൊന്നും തന്നെ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് ഉണ്ടായതല്ല. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും വേദനയും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, വഖഫ് നിയമ ഭേദഗതി മുനമ്പത്തുകാർക്ക് ഏറെ പ്രതീക്ഷയുണ്ടാകും, ആശ്വാസമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞവരാണ് ഇപ്പോൾ കോടതിയുടെ ഇതിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത്. കോടതി നടപടിയിലൂടെയാണ് പരിഹാരം ഉണ്ടാവുക എന്ന് പറയുന്നത്. എന്താണ് വിശദാംശം? മുനമ്പത്തെ ഈ വഖഫ് സമരപന്തലിലേക്ക് ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനും അടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ബിജെപി സംസ്ഥാന നേതാക്കളടക്കം വേദിയിലുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ മുനമ്പത്തെ ഈ സമരസമിതി ആളുകളോട് സംസാരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പങ്കുവച്ചത് ഈ മുനമ്പത്തെ ഇപ്പോഴത്തെ ഈ വഖഫ് പദ്ധതിയിലൂടെ ഈ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് തന്നെയാണ്. അത് ആ കോടതിയിലൂടെ നേടാനാകും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ഇപ്പോഴത്തെ ഈ ഭേദഗതിയിലൂടെ അത് ആ കോടതി ഇടപെടലുകൾക്ക് കൂടുതൽ ആശ്വാസകരമാകുന്ന ഒരു ഭേദഗതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ സംബന്ധിച്ച് ഈ നിലവിൽ ഈ നിയമം കൊണ്ട് തീരില്ല എന്ന കാര്യം അദ്ദേഹം പറയാതെ പറഞ്ഞു എന്നുകൂടി വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ. ശരി ശ്യാം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസാരിക്കുകയായിരുന്നു. അവിടെ മുനമ്പത്തുകാരോട് ആശ്വാസത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കോടതി നടപടികളിലൂടെ എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.